പരാതിക്കാരി നേരിട്ട് ഹാജരായി ഒപ്പിടണം എന്ന വ്യവസ്ഥ പാലിച്ചിട്ടില്ല. അതുകൊണ്ട് അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്നങ്ങ് ബ്ലൈൻഡായി വാദിക്കാൻ പറ്റുമോ? ഇനി ആ വാദത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടെന്ന് വെക്ക്. ഉയരുന്ന ഗുരുതരമായ ആരോപണത്തിന് മാരക സ്വഭാവം ഇല്ലാതാക്കുന്നതാണോ എന്തെങ്കിലും ഒരു സാങ്കേതിക തകരാറ്? ശ്രീ ജോർജ് ജോസഫ്, ഈ കേസ് നിലനിൽക്കുന്ന കേസല്ല. കാരണം 2024 ഏപ്രിലാണ് ഈ സംഭവം തിരുവല്ലയിൽ നടന്നെന്ന് പറയുന്നത്. 2024 ഏപ്രിൽ ആയപ്പം പുതിയ നിയമങ്ങൾ വന്നു കഴിഞ്ഞു. 2023 BNS-ഉം അതുപോലെ BNSS-ഉം ഒക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ ആ നിയമം അനുസരിച്ചേ കേസെടുക്കാൻ പറ്റുള്ളൂ. അത് സാധാരണ IPC കേസെടുക്കുന്നത് ആ പുതിയ നിയമം 2020 വരുന്നതിന് മുമ്പുള്ള ദിവസം വെച്ച് ആ ദിവസം ആണെങ്കിൽ IPC കേസെടുക്കാം. ഇപ്പം പോലീസിന് അവിടെ തെറ്റുപറ്റിപ്പോയി. IPC ഒഫൻസസ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പം 173(2) BNS പ്രകാരം ഒരാൾക്ക് വേണമെങ്കിൽ മൊഴി നേരിട്ട് കൊടുക്കാം പോലീസ് SHO മുമ്പാകെ. വിദേശത്തുള്ള ആൾക്ക് ഇലക്ട്രോണിക്കൽ മീഡിയയിൽ ഉപയോഗിച്ചിട്ട് അവർക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാം. അങ്ങനെ ഇലക്ട്രോണിക് മീഡിയയിൽ ആരെങ്കിലും കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ആള് കംപ്ലൈനന്റ് 3 ദിവസത്തിനകം SHO മുമ്പാകെ വന്ന് മൊഴി രേഖപ്പെടുത്തണമെന്നാണ് പുതിയ നിയമത്തിൽ പറയുന്നത്. അപ്പൊ അത് ഇവിടെ നടന്നിട്ടില്ല. മൂന്നാം ദിവസത്തിനകം അത് മൊഴിയാണോ രഹസ്യമൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം 3 ദിവസം? രഹസ്യമൊഴി അങ്ങനെയൊന്നുമില്ല. മൊഴി ഇല്ല, രഹസ്യമൊഴി എന്നൊരു സംഭവം ഇല്ല. എല്ലാം മൊഴിയേ ഉള്ളൂ. എന്തിനാ രഹസ്യം? അങ്ങനെ രഹസ്യമൊഴി ഈ നടപടിക്രമം വീഡിയോ കോൺഫറൻസിലൂടെ 164 രേഖപ്പെടുത്താൻ പോകാനുള്ള പോലീസ് അതിൽ കൂടുതൽ അനുവാദം തേടാൻ പോകുന്നു. ഇല്ല, ഇല്ല. 164 ഒക്കെ IPC-ക്കകത്തല്ലേ കിടക്കുന്നത്. അതവിടെ കിടക്കട്ടെ. നമുക്ക് ഇപ്പോഴത്തെ BNS അനുസരിച്ച് ഒരു മൊഴി ഒരാൾ കൊടുത്ത് ഒരു കേസ് എടുക്കാം. അത് ഇലക്ട്രോണിക് മീഡിയ ഉപയോഗിച്ചിട്ട് മൊഴി കൊടുക്കാം. അത് ഇലക്ട്രോണിക് മീഡിയ വന്നു കഴിഞ്ഞാൽ ആ ആള് 3 ദിവസത്തിനകം, അതാണ് ഇപ്പോഴത്തെ ഇന്ത്യയിലെ നിയമം, 3 ദിവസത്തിനകം ആ മൊഴി ഓറലായിട്ട് കൊടുത്ത് ഒപ്പിട്ട് വാങ്ങിക്കണം. അങ്ങനെ ഒപ്പിട്ട് SHO വാങ്ങുമ്പം അത് വീഡിയോഗ്രാഫി ചെയ്യണമെന്നുണ്ട്. അങ്ങനെ വാങ്ങുന്ന മൊഴി ഒരു ലേഡി ഓഫീസർ ആയിരിക്കണമെന്നും പറയും. ഇത് പുതിയ നിയമം അനുസരിച്ച് BNSS-ന്റെ കാര്യത്തിൽ കിടക്കുന്ന കാര്യമാണ് ഞാനീ പറയുന്നത്. അപ്പോൾ അങ്ങനെ അതൊന്നും ഇല്ലാതെ ആ സ്ത്രീ ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയത്തില്ല. ഇലക്ട്രോണിക് മീഡിയം വെച്ച് കേസെടുത്തിട്ട് എത്ര ദിവസമായി? അപ്പോൾ അത് ഇൻവാലിഡായി ആ FIR, അത് വാലിഡിറ്റി ഇല്ല ആ FIR-നാന്ന് ഞാൻ പറയണത്. അങ്ങനെ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം വേറെ ആവശ്യം. അത് തന്നെയല്ല, ഇതിനകത്ത് നമ്മളൊരു കാര്യം ചെയ്യണം. ഇതിനകത്ത് ഒരു മെഡിക്കൽ എക്സാമിനേഷൻ ഇമ്മീഡിയറ്റ്, അതാണ് ഇങ്ങനെ ഒരു റേപ്പ് കേസും മറ്റൊരുന്നുണ്ടെങ്കിൽ 3-ാം ദിവസം അവർ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ മെഡിക്കൽ എക്സാമിനേഷൻ അന്നേരം തന്നെ നടത്തണ്ടേ? അപ്പോൾ അതിന് സൗകര്യമില്ല. ഇത് എത്ര 2024 ഒരു സംഭവം വെച്ചിട്ടാണ് ഇപ്പം മെഡിക്കൽ എക്സാമിനേഷൻ നടത്തിയാൽ അതിന് എവിഡൻസ് കിട്ടുമോ? അതായത് സപ്പോസ് ഒരു കൊടും റേപ്പ്, ആ റേപ്പിൽപ്പെട്ട് ഒരു പെൺകുട്ടി കോമയിലായി പോയി, കേസെടുക്കണ്ടേ? മൊഴിയില്ല, ഈ പറയുന്ന ഒന്നുമില്ല, കേസെടുക്കാൻ വകുപ്പില്ലേ? കേസെടുക്കാമല്ലോ, സോമോട്ടായിട്ട് എടുക്കാമല്ലോ. അതിന് ആരെങ്കിലും മൊഴി തരണമല്ലോ, ആരെങ്കിലും മൊഴി തരുമല്ലോ. ആ കുട്ടിക്ക് ഇങ്ങനെയാണ് സംസാരിക്കാൻ മേലെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അത് കോടതി പരിഗണിക്കണമല്ലോ. പക്ഷെ നിയമപുസ്തകത്തിൽ പറയുന്നത് 3-ാം ദിവസം മൊഴി കൊടുത്തേ വെക്കുള്ളൂ. അവർക്ക് ശകലമെങ്കിലും ജീവനുണ്ടെങ്കിൽ മൊഴി പറയും. ഞങ്ങളൊക്കെ അങ്ങനെയാണ് സാധാരണ. ആ പോലീസിന്റെ ഓഫീസർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഡോക്ടറുടെ സഹായത്തോടു കൂടി അല്പമെങ്കിലും പറഞ്ഞു കഴിയും. കാരണം മരണമൊഴിയാണത്, ഡൈയിങ് ഡിക്ലറേഷനാണ്. അപ്പോൾ ആ രീതിയിലുള്ള മൊഴിയെടുപ്പ് ഇവിടെ നടന്നിട്ടില്ല. അവരിപ്പോഴും വിദേശത്തുണ്ട്. ഇപ്പം വേറൊരു ഫെന്നി നൈനാൻ ഒരു വാർത്ത പറയണത് ഞാൻ കേട്ടിട്ട് അതിശയിച്ചു പോയി. ആ പെൺകുട്ടി ഫെന്നി നൈനാനെ വിളിച്ചിരിക്കുന്നു, ഒന്നുകൂടെ ഇയാളെ ഒന്ന് കാണണം, 4 മണിക്കൂർ അവർക്ക് ഒന്നിച്ച് സംസാരിക്കണം, അത് അദ്ദേഹത്തിൻ്റെ MLA കാറിൽ പാടില്ല, ലോഡ്ജിൽ വെച്ച് പാടില്ല എന്നൊക്കെ പറഞ്ഞുള്ള അതാണ് അദ്ദേഹത്തിന് കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പം ഈ മൊഴിയെടുത്ത പോലീസ് ഉദ്യോഗസ്ഥൻ അതിന് റെസ്പോൺസിബിൾ ആണ്. എന്തുണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തു. ഇത് മാത്രമുണ്ടായി. അത് എങ്ങനെ അറസ്റ്റ് ചെയ്തു? രാഹുലിനെ ഈ രാജ്യത്തിൻ്റെ നിയമ സംവിധാനങ്ങളെയും എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തു എന്നതിലുപരി മറ്റൊന്നുമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിയമം അറിയുന്ന ആളുകൾ ഈ രാജ്യത്ത് IPC ഇന്ത്യൻ പീനൽ കോഡ് നിലനിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഈ രാജ്യത്ത് BNS വന്നതോടുകൂടി, ഭാരതീയ ന്യായ സംഹിത അത് വന്നതോടുകൂടി, ഈ ഭാരതീയ ന്യായ സംഹിത വന്നതിന് മുൻപുള്ള കാലഘട്ടത്താണെങ്കിൽ IPC അപ്ലിക്കബിൾ ആണ്. അതല്ല BNS വന്നതിന് ശേഷമാണെങ്കിൽ BNS ആണ് അപ്ലിക്കബിൾ. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്നത് പ്രകാരം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മുൻ റിട്ടയർഡ് SP ആണ് ജോർജ് ജോസഫ്. അയാൾക്ക് നിയമം അറിയുന്നത് കൊണ്ട്, നിയമത്തിൻ്റെ വശങ്ങൾ അറിയുന്നത് കൊണ്ട്
വളരെ കൃത്യമായിട്ട് പറയുന്നു ഈ പരാതി പോലും നിലനിൽക്കില്ല എന്ന്. ഈ പരാതി നിലനിൽക്കില്ല. ഇപ്പോൾ ഈ പറയുന്ന പരാതിയിന്മേൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഇന്നലെ ഫെനി നൈനാൻ ഈ സ്ക്രീൻഷോട്ടുകൾ പുറത്തു വിടുന്നു. സ്ക്രീൻഷോട്ടുകളിലുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ സ്ക്രീൻഷോട്ടിലെ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിൽ യുവതി ഫെനി നൈനാനോട് രാഹുലിനെ കാണാൻ വേണ്ടിയുള്ള സമയം ചോദിക്കുകയാണ്, സ്ഥലം ചോദിക്കുകയാണ്, അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരണമെന്ന് പറയുക. ആ പറയുന്ന കൂട്ടത്തിൽ യുവതി പറയുന്നുണ്ട്, എനിക്ക് സ്വകാര്യത വേണം, 3-4 മണിക്കൂർ വേണം, രാഹുലിൻ്റെ ഫ്ലാറ്റ് ആണെങ്കിൽ ഓക്കെയാണ്, ഇനി അതല്ലെങ്കിൽ ഓഫീസ് പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പറയുന്ന ആള് ഇത് പറയുന്നത് 2025 ഒക്ടോബറിലാണ് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. അതല്ലാതെ 2024 പീഡിപ്പിച്ചു, പീഡനം നടന്നു എന്ന് പറയുന്ന ആൾ രാഹുലിനെ കാണണമെന്ന് പറയുന്നു, സംസാരിക്കണമെന്ന് പറയുന്നു, ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. 2023 പീഡിപ്പിച്ചതിന് ശേഷം ഷഡ്ഡി വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, ചെരുപ്പ് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. 3 BHK ഫ്ലാറ്റ് വേണോ അതോ 2 BHK ഫ്ലാറ്റ് വേണോ എന്നുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ നടത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, അന്ന് നടന്നത് പീഡനമല്ല, അന്ന് നടന്നത് ബലാത്സംഗമല്ല എന്നുള്ളത് ഏതൊരു കോമൺ സെൻസുള്ള വ്യക്തിക്കും മനസ്സിലാവും, അല്ലേ? ഇവിടെ പീഡനമാണോ ബലാത്സംഗമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ധാർമ്മികതയാണെങ്കിൽ ധാർമ്മികതയ്ക്ക് എല്ലാവരും ഉത്തരവാദിയാണ്. അത് രാഹുലിന് മാത്രമായിട്ട് ധാർമ്മികത, ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് ഒരു ധാർമ്മികതയുമില്ല, അങ്ങനെയൊന്നുമില്ല. ധാർമ്മികത എല്ലാവർക്കും ആ ധാർമ്മികത ഉണ്ടാവണം എന്നുള്ളതാണ്. അവിടെ നിൽക്കട്ടെ. ഇപ്പം ഈ കേസിൻ്റെ വശങ്ങളിലേക്ക് വന്നാൽ ഈ കേസും മൂഞ്ചും. അപ്പോൾ ചോദ്യം ഉറപ്പാണ്, രാഹുലിനെ എന്തിനു വേണ്ടി അറസ്റ്റ് ചെയ്തു? ഒരു നടപടിക്രമങ്ങളും പാലിക്കാതെ എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തി അന്യായമായി കൊണ്ട് രാഹുലിനെ എന്തിനു അറസ്റ്റ് ചെയ്തു? രാഹുലിനെ അറസ്റ്റ് ചെയ്തത് മുകളിൽ നിന്നുള്ള നിർദ്ദേശമാണ്. മുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു രാഹുലിനെ അറസ്റ്റ് ചെയ്യണം. ഈ പരാതി ഉണ്ടാക്കിയത് തന്നെ ആ രാഹുലിനെ അറസ്റ്റിലേക്ക് എത്തിക്കാനാണ്. കാരണം 1ഉം 2ഉം പരാതിയിൽ രാഹുലിനെ തൊടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയെടുത്തു നിന്നാണ് ഈ 3ാമത്തെ പരാതി ഉണ്ടാക്കിയത് തന്നെ. ഈ പരാതി ഉണ്ടാക്കിയത് തന്നെ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ രാഹുലിനെ അറസ്റ്റ് അത് അന്യായമാണ് എന്നല്ലേ? പരാതി നിലനിൽക്കില്ലെങ്കിൽ പിന്നെ എന്തറസ്റ്റ്? പരാതി ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും ആർക്കെതിരെയും ഒരു പരാതി കൊടുക്കാം. പക്ഷെ ആ പരാതി നിയമത്തിൻ്റെ കണ്ണിലൂടെ നിയമ പിൻബലമുണ്ടോ എന്ന് നോക്കിയിട്ടല്ലേ പരാതിയിന്മേൽ നടപടിയെടുക്കുന്നത്. ഒരു നിലനിൽക്കാത്ത വ്യാജ പരാതിയിന്മേൽ എങ്ങനെ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയും? ഒരു വ്യാജമായ പരാതിക്ക് പുറത്ത് ഒരു വ്യക്തിയെ എങ്ങനെ അറസ്റ്റ് ചെയ്യാൻ കഴിയും? ഒരിക്കലും സാധ്യമല്ല. അതൊരു ഏത് മനുഷ്യനെതിരെയും എന്തെങ്കിലും ഒരു പരാതി വന്ന് നിർത്തി അയാൾക്കെതിരെ നടപടിയെടുക്കാൻ പറ്റുമോ? പറ്റില്ല. ആദ്യം ആ പരാതി നിലനിൽക്കുമോ, ആ പരാതിയുടെ നിയമവശം എന്താണ് എന്ന് പരിശോധിച്ചിട്ടല്ലേ അപ്പുറത്ത് നിൽക്കുന്ന കുറ്റാരോപിതനെതിരെ നടപടിയെടുക്കേണ്ടത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തിരിക്കുന്നത് ഇത്തരത്തിൽ എല്ലാ നിയമവശങ്ങളും അറിയാവുന്ന ആളുകളാണ് ഈ പോലീസുകാർ. അവർക്കിത് അറിയാനിട്ടാണോ? പക്ഷേ അവരിത് ചെയ്തു. എന്തിനു വേണ്ടി ചെയ്തു? ആർക്ക് വേണ്ടി ചെയ്തു? എന്തായിരുന്നു ഇതിൻ്റെ മുഖത്തുണ്ടായ ന്യായം? അതറിയണമല്ലേ? ഒരാളെ അകാരണമായി വേട്ടയാടാൻ അങ്ങനെ നിയമത്തിൽ എവിടെയെങ്കിലും അത്തരത്തിലൊരു നിയമമുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഒന്നില്ല. അപ്പോൾ ഇങ്ങനെ അകാരണമായിട്ട് അന്യായമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടിയത് തന്നെയാ. ആ വേട്ട എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടിയത് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം 10 വർഷം ഭരിച്ച പിണറായി വിജയന് മുന്നിൽ വെക്കാൻ ഒന്നുമില്ല. അവിടെ ഒരു പ്രതിരോധത്വം, എല്ലാ അർത്ഥത്തിലും പ്രതിരോധങ്ങളും പ്രതിസന്ധികളും മാത്രമുള്ള പിണറായി വിജയന് ഒന്ന് പിടിച്ചു നിൽക്കാൻ ഒരു വിഷയം, അത് രാഹുൽ മാങ്കൂട്ടം വേട്ട. മറ്റൊന്ന് എന്ന് പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്രയൊക്കെ ആരോപണങ്ങളും വിവാദങ്ങളും ഉണ്ടായിട്ടും അയാൾ പാലക്കാട് മത്സരിക്കാനുള്ള തീരുമാനമെടുത്തു കഴിഞ്ഞു. അയാൾ പാലക്കാട് മത്സരിക്കുമെന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞിരുന്നു. അങ്ങനെ വരുമ്പോൾ പാലക്കാട് അയാൾ മത്സരിച്ചു കഴിഞ്ഞാൽ അയാൾ വിജയിക്കുമെന്നുള്ള കാര്യവും ഉറപ്പായിരുന്നു. അപ്പോൾ ഈ മത്സരിക്കലും വിജയവും നടന്നു കഴിഞ്ഞാൽ ഇനി അതിലും വലിയ ഒരു തിരിച്ചടി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്നുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രിക്വേഷൻ, എന്താണ് പ്രിക്വേഷൻ? രാഹുലിനെ അകത്തിടുക.
അതിന് നിയമങ്ങൾ നോക്കേണ്ടതില്ല, ന്യായം നോക്കേണ്ടതില്ല, നീതി നോക്കേണ്ടതില്ല, ഒന്നും നോക്കേണ്ടതില്ല. രാഹുലിനെ എങ്ങനെയെങ്കിലും പൂട്ടണം, അകത്തിടണം. ഇത് തന്നെയായിരുന്നു ലക്ഷ്യമെന്ന് പറയുന്നത്. ഇതിനപ്പുറത്തേക്ക് നിയമത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടാണോ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തത് എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളതാണ്. എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തി, ഒരു നടപടിക്രമങ്ങളും പാലിക്കാതെ, എല്ലാം വെറും നോക്കുകുത്തികളായിക്കൊണ്ട്, അധികാരത്തിൻ്റെ ഹുങ്ക് വെച്ചുകൊണ്ട്, ധാർഷ്ട്യം വെച്ചുകൊണ്ട് രാഹുലിനെ വേട്ടയാടുകയായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. പിന്നെ ഈ കേസുകളൊക്കെ കോടതിയിലെത്തുമ്പോൾ ഇതിൻ്റെ നിയമവശങ്ങൾ അറിയുന്ന ആളുകൾ പറയുന്നു ഈ കേസ് തന്നെ നിലനിൽക്കില്ല എന്ന് പറയുമ്പോൾ ഇതിനപ്പുറം പിന്നെ എന്താണുള്ളത്? ഒന്നും തന്നെ ഇല്ല. അപ്പോൾ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം രാഹുലിൻ്റെ അതിൻ്റെ ഫോണ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം ഈ പരാതിക്ക് എതിരെയുള്ള എല്ലാ തെളിവുകളും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൈകളിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ തെളിവുകൾ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കാൻ കഴിയുമോ? കഴിയില്ല. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥർ എന്താണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? തനിക്കെതിരെ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി തന്നെ അറസ്റ്റ് ചെയ്യാനും, തനിക്കെതിരെ ഒരു അന്വേഷണം നടത്തുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് തനിക്ക് അനുകൂലമായ തെളിവുകൾ അവരുടെ കയ്യിൽ കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. അത് തന്നെയാണ് അതിൻ്റെ കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് രാഹുൽ അത് കൊടുക്കാത്തതും. രാഹുൽ അത് കൊടുക്കുകയുമില്ല. കോടതിയിൽ കൊടുക്കും. കാരണം കോടതിയെയാണ് രാഹുലിന് ബോധ്യപ്പെടുത്താനുള്ളത്. രാഹുൽ അത് ബോധ്യപ്പെടുത്താൻ കോടതിയിൽ കൊടുക്കുകയും ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ നമ്മൾ ഇത്തരത്തിൽ നിയമം അറിയുന്ന ആളുകളുടെ വാക്കുകൾ എന്തിനാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും നമ്മൾ തലക്കെട്ടുകൾ, വാർത്തകൾ, സ്റ്റോറികൾ ഒക്കെ കാണുന്ന നിങ്ങൾക്ക് ഒരു ആശങ്കയുണ്ടാവും അല്ലേ? ആ ആശങ്കകൾക്കെല്ലാം വിരാമമാണിത്. കാരണം രാഹുലിനെതിരെ നടന്നിരിക്കുന്നത് അന്യായമാണ്, അനീതിയാണ്, വേട്ടയാടലാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും. അയാൾ കുറ്റം ചെയ്തോ ഇല്ലേ എന്നുള്ളത് കോടതി പറയും അല്ലേ? പക്ഷേ നമുക്ക് ഇതൊക്കെ കാണുന്ന നമുക്ക് ഇപ്പം നിയമങ്ങളൊന്നും അറിയില്ലെങ്കിലും ഒരു കോമൺ സെൻസ് വെച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 2023 ഏപ്രിലിൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന യുവതി, അത് കഴിഞ്ഞിട്ടും നിരന്തരമായിട്ട് ഈ 2026 തുടങ്ങുമ്പോഴാണല്ലോ ഈ പരാതി വരുന്നത്. ആ പരാതി വരുന്നതിന് തൊട്ട് മുൻപ് വരെ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധം തുടർന്നുകൊണ്ടേയിരുന്നു. അതെന്തിനു വേണ്ടിയിട്ടാ? നിയമങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മളൊരു കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ ഈ ചോദ്യങ്ങൾക്ക് എന്താണ് നമുക്കുള്ള മറുപടി? അതാണ് വിഷയമെന്ന് പറയുന്നത്. അവിടെയാണ് ഈ കേസിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നതും. 2025 ഡിസംബർ വരെ രാഹുലുമായി ബന്ധം തുടർന്ന യുവതി 24 ഏപ്രിലിൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന യുവതി 2026 ആയപ്പോൾ പ്ലേറ്റ് മാറ്റി ചവിട്ടി. അതിനുണ്ടായ സാഹചര്യം എന്താണ്? സന്ദർഭം എന്താണ്? അതാണ് അറിയേണ്ടത് അല്ലേ? സ്വാഭാവികമായിട്ടും അതല്ല നമുക്കറിയേണ്ടത്. അത് തന്നെയാണ് അറിയേണ്ടത്. അപ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ചവരാരാണ്? ഓഫ് കോഴ്സ് ഇങ്ങനെ ഒരു പ്ലേറ്റ് മാറ്റൽ, ഇങ്ങനെ ഒരു മലക്കം മറിയൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചനകൾ ഉണ്ടായിട്ടുണ്ട്. ഈ പരാതി വരാനൊരു ഗൂഢാലോചനയുണ്ടായിട്ടുണ്ട്. ആ പരാതി വരുന്നതിന് മുമ്പ്, പരാതി വന്നു കഴിഞ്ഞാൽ എങ്ങനെ ആക്ട് ചെയ്യണം എന്നുള്ളതിനും ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. വ്യക്തമായ പ്ലാനുകൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്ലാനുകൾ എന്ന് പറയുന്നത് നിയമങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് പലരുടെയും താല്പര്യങ്ങൾക്കനുസരിച്ച്, പലരുടെയും നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുക എന്ന് മാത്രമുള്ളതായിരുന്നു. അതാണ് പരാതി 2025 ഡിസംബർ വരെ രാഹുലുമായി നല്ല ബന്ധമുണ്ടായ സ്ത്രീയുടെ പരാതി 2026 ജനുവരിയിൽ വരുന്നത്, ആ പരാതി രഹസ്യമാക്കി വെക്കുന്നത്, ആ പരാതി വന്ന ഉടനെ എല്ലാ നിയമ നടപടിക്രമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിലെടുക്കുന്നത്, അയാൾ അറസ്റ്റ് ചെയ്യുന്നത്, ഇതൊക്കെ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: രാഹുലിനെ വീഴ്ത്തണം, രാഹുലിനെ അകത്തിടണം, രാഹുലിനെ അറസ്റ്റ് ചെയ്യണം. ഇതിനപ്പുറത്തേക്ക് ഇത് നിയമപരമായിട്ടാണോ, ഇത് നീതിയാണോ, ഇത് ന്യായമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇത് നിയമങ്ങളെ മറികടന്നുകൊണ്ട്, നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട്, അന്യായമായി അനീതിക്കൊപ്പം നിന്നുകൊണ്ടുള്ള ഒരു നടപടിക്രമങ്ങളായിട്ട് മാത്രമേ നമുക്കിതിനെ കാണാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ കേസും കോടതിയിലെത്തുമ്പോൾ സ്വാഹ മൂഞ്ചുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് ആർക്കും വേണ്ട.